ഇതിനും കൂടുതൽ എനിക്ക് അടുത്തോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടി ദിസ് ഇസ് ദ മാക്സിമം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മുടെ യാത്രയുടെ പ്ലാൻ സെറ്റ് ചെയ്ത സമയത്ത് ഏതൊക്കെ രാജ്യങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നതെന്ന് വിചാരിച്ചപ്പം ഉറപ്പായിട്ടും കണ്ടിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു സ്ഥലമാണ് ഡോർ ടു ഹെൽ. ഭൂമിയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്തിരിക്കണമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പം ഡോർ ടു ഹെല്ലിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലൊരു നരകം, അതിൻ്റെ കവാടം വരെ പോയി നിൽക്കാനുള്ളൊരവസരമാണ് നമുക്ക്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതേ എക്സൈറ്റ്മെൻറ്റിലാണെന്ന് എനിക്കറിയാം. സോ അധികം ലേറ്റ് ആക്കുന്നില്ല, ലെറ്റ് സ്റ്റാർട്ട് ഇന്നത്തെ യാത്ര. India, Hindustan. Darvaza, I'm going to Darvaza. മൂന്നാമത്തെ റൈഡ് കിട്ടി ഇന്നത്തെ. ഞാനോട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഹി ടോൾഡ് മീ കം ഇൻ. താങ്ക് യു സോ മച്ച്. സ്പസിബ. ആ മനുഷ്യൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ച് കയറ്റി. വാ പോരെ. His car, beautiful car, really good. പോലീസ് അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. 40 അവിടുത്തെ സ്പീഡ്. സോ ഞങ്ങൾ പതുക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റോപ്പ് സിഗ്നലുണ്ട്, അവിടെ ചവിട്ടി എന്നിട്ട് പോവാണ്. അവിടെ ചെറിയ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. അതങ്ങനെ പോകുന്നു, അങ്ങനെ ഉണ്ട്. കരാക്കും ഡെസേർട്ടാണിത്. കരാക്കും ഡെസേർട്ട് ഇതിങ്ങനെ കിടക്കുകയാണ് അങ്ങോട്ട്. കാരക്കും ഡെസേർട്ടാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുർക്ക്മെനിസ്ഥാൻ്റെ ഒരു മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം, ഈ രാജ്യത്തിൻ്റെ ഒരു 70% ഈ കാരക്കും ഡെസേർട്ടാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബ്ലാക്ക് സാൻഡ്സ് എന്നാണ്. സൾഫറിൻ്റെയും ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ പ്രസൻസ് ആണ് ഇതിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻസ്. സിൽക്ക് റൂട്ടിൻ്റെ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കാരക്കും ഡെസേർട്ട്. മനസ്സിലായി, തുർക്ക്മെൻ ലാംഗ്വേജിലാണ്. സോറി, വണ്ടി കുലുങ്ങ. ഷാറുഖ് ഖാൻ തുർക്ക്മെൻ ലാംഗ്വേജ്. Şanka. Mengen kahramanın tafiklah bilçi. Yo famne. Cenab Raja. Raja sahib. Thank you. Spasiba. Sing. Tanhai. നാരായണൻ ഉയർ. ഞാൻ പറയുമായിരുന്നു ഈ റോഡ് കൊള്ളത്തില്ലല്ലോ എന്ന്. അപ്പൊ അവൻ പറയുവാണ് ഈ റോഡ് ഈസ് ഗുഡ്. ഇത് കഴിഞ്ഞ് ദർവാസയിലുള്ള റോഡ് പത്തറ്റിക്, തല്ലിപ്പൊളിയായിരിക്കും. What? Music. Amalia. Turkmenistan song. Turkmenistan.
അടിക്കാൻ കയറുകയാണ്. TNO തുർക്ക്മെനിസ്ഥാൻ ഓയിൽ മേ ബി, ഐ ഡോണ്ട് നോ. ഇതാണ് ഇവിടുത്തെ ലോഗോ. ഐ തിങ്ക് ഇറ്റ്സ് എ ക്യാമൽ. ഐ തിങ്ക് അല്ല, ഇറ്റ്സ് എ ക്യാമൽ ഫോർ ഷുവർ. ഇതാണ് പെട്രോൾ സ്റ്റേഷൻ. 1 ലിറ്റർ പെട്രോളിന് എത്ര മനാത്താന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ കാണിക്കുകയാണ്. വെയിറ്റ് ഫോർ ഇറ്റ്, വെയിറ്റ് ഫോർ ഇറ്റ്. No, niene pillar one more. Okay, 1 liter, 1 liter, 10 bus, 1.5 bus. So cheap. Oh, അടിപൊളി. ശരിയാണ് അവൻ പറഞ്ഞു. അവിടെ എഴുതിയിട്ടുണ്ട് 1 ലിറ്ററിന് 1.5 മനാത്ത്. That's nothing. ഭയങ്കര ചീപ്പാണ് ഇവിടെ. അയ്യോ. Camel. ഓ, കിട്ടു. സൂപ്പർ റോഡ്. അവൻ ചിരിക്കുന്നു. ഇത് നടക്കുന്നവരാണ്. ഞാൻ നടക്കാന്നാ വിചാരിച്ചു 1 മണിക്കൂർ. കാരണം ഇവിടുന്ന് വേറെ വണ്ടിയൊന്നും കിട്ടത്തില്ല. നല്ല കിട്ടിലെ മരുഭൂമിയാണ്. ഇതുവഴി നടക്കാൻ ആർക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ബി വെരി കെയർഫുൾ. അത് നൈറ്റിൽ നടക്കാതിരിക്കുക. ബേസിക്കലി ഞാൻ നടക്കുന്നത് തന്നെ സജസ്റ്റ് ചെയ്യത്തില്ല. ഒരു വണ്ടി എടുക്കുക ഇവിടുന്ന്. നടക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നൈറ്റ് ആവുന്നതിന് മുമ്പ്. കാരണം GPS ഇവിടെ കാണാൻ വെച്ച് പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ നല്ല 1.5 പെടൽ വിടും. കാരണം ഇത് 7 കിലോമീറ്റേഴ്സ് ഉണ്ട്, വിച്ച് ടേക്സ് 1.5 hours ടു വാക്ക്. ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ നമ്മളെ പോലത്തെ 2 ബഡ്ജറ്റ് ട്രാവലേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ട റൈറ്റ് സൈഡിൽ. ഇവൻ അവരെ കയറ്റുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കയറ്റുമായിരിക്കും. കയറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഹലോ, ഗ്യാസ് ക്രേറ്റർ. 2 പെൺപിള്ളേര്. ഞങ്ങൾ പറഞ്ഞു പോരാൻ, ബട്ട് ദേ വാണ്ട് ടു വാക്ക്. ഞങ്ങളും ശരി, അങ്ങനെ ആവട്ടെ. കിട്ടില്ല വഴിയാണ്. ഓൺലി ഓഫ് റോഡ്. അത്ര പൊളി ഓഫ് റോഡ് അല്ല, പക്ഷെ എന്നാലും റോഡെന്ന് പറയാനായിട്ടൊരു റോഡ് അത്രേ ഉള്ളൂ. ഇവിടെ നടന്ന് ഒരുപാട് പേര് പോകുന്നുണ്ട്. അവിടുന്ന് വണ്ടികൾ കിട്ടാത്തതുകൊണ്ട് ടാക്സിക്കാരൊക്കെ കഴുത്തറപ്പം റേറ്റാണ് അവിടുന്ന് ഇങ്ങോട്ട്. ഈ 7 കിലോമീറ്ററിന് വേണ്ടി അവന്മാർ മുടിഞ്ഞ റേറ്റ് പറയും. പോകുന്ന വഴിക്ക് ആൾക്കാർക്ക് താമസിക്കാനായിട്ട് യോട്ടുണ്ട്. ഇത്രയാണെന്ന് വില പോയി ചോദിക്കണം. കാരണം പുറത്ത് കിടക്കുന്ന പരിപാടി നടക്കത്തില്ല, കൊടും തണുപ്പാണ്. ഗ്യാസ് ക്രേറ്റർ എത്തി മക്കളെ. എത്ര നാളായിട്ട് കാണാൻ ഉദ്ദേശിച്ചിരുന്നൊരു സ്ഥലം. До свидания, спасибо, thank you. There we are, finally. അയ്യോ, നടന്നുകൊണ്ടിരിക്കുക. ബാക്ക് പാക്ക് ഇട്ടുണ്ട്. പണ്ടില്ലായിരുന്ന സംഭവമാണ്. സാധ്യത അവർ കണ്ടിട്ട് അവർ വരുത്തിയൊരു പരിഷ്കാരമാണ്. ആൾക്കാരകത്തോട് ചാണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തൊരു തണുപ്പാന്നറിയാം ഇവിടെ. It's so cold here. ഒരു രക്ഷയില്ല സ്ഥലം. ഗോപ്രോ മരിച്ചുപോയി, ഇല്ലെങ്കിൽ ഞാൻ ഗോപ്രോയിൽ എടുത്തേനെ. Finally in front of door to hell. German family. Hello. Wow. തടുത്ത് വരച്ചിരിക്കാൻ തോന്നുന്നു. എന്നെ ഇഷ്ടപ്പെട്ടു. Oh, he likes me. അവിടെയായിരുന്നു ക്രേറ്റർ. ഇവിടുത്തെ 25 പറഞ്ഞു. ഇത്ര നേരം വണ്ടിക്കകത്തിരുന്ന് വന്നുകൊണ്ടാന്ന് തോന്നുന്നു. തണുപ്പായിട്ട് ഇപ്പം ഞാനങ്ങ് സെറ്റായി. തണുപ്പായിട്ട് സെറ്റായി. രാത്രിയിലത്തെ ഇവിടുത്തെ വ്യൂ അടിപൊളിയെന്നാണ് കേട്ടോ. സോ അത് മിസ്സാക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പം തന്നെ തിരിച്ചു വിട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. 4 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കിടന്ന ഹോട്ടലിൽ തന്നെ കിടക്കാം. ഇവൻ എനിക്ക് നാളെ അങ്ങോട്ടുള്ള റൈഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജർമ്മൻ ഫാമിലി
അവരുടെ കൂടെ അവരുടെ വണ്ടിയിൽ. എന്തായാലും രാത്രിയിലെ അവിടുത്തെ കാഴ്ച നമുക്ക് എങ്ങനെ മിസ് ചെയ്യാൻ പറ്റും? ഇത്രയും ദൂരം ഓടി വന്നിട്ട്. എനിക്കിവിടെ ഒരു കമ്പനി കിട്ടിയിട്ടുണ്ട്. വരുന്ന വഴിക്കെല്ലാം നമ്മൾ കണ്ട ബൈക്കിലാണ്. മരുഭൂമി കൂടെ ഓടിക്കണമെങ്കിൽ ഈ ബൈക്ക് തന്നെ വേണം. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്, അസഹനീയം. ഞാനിതിൻ്റെ അടുത്ത് വന്നിങ്ങനെ ചൂടുകൊണ്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ആ ചേട്ടൻ്റെ ബൈക്കാണ്. തണുപ്പ് ഇച്ചിരി കുറവുണ്ട്. അതോ ഇതിൻ്റെ അടുത്ത് നിന്നതിൻ്റെ ഇതുകൊണ്ടാണോന്ന് അറിയാൻ വയ്യ. ഇരുട്ടിക്കൊണ്ടിരിക്കുക. Bilen yükü var ha. Bilen yükü. Bilen esinin içinden yükten alıyor ha. Tut. Asfalt kere. Lemo. Tefade o. ഈ മരുഭൂമിയുടെ സ്ഥലം ഇതിൻ്റെ അടുത്തോട്ട് നീങ്ങി കൊള്ളാമെന്നുണ്ട് എനിക്ക്. ബിക്കോസ് ഇറ്റ്സ് സോ കോൾഡ്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ഞാൻ നിന്ന് വിറക്കി അവിടെ. ഇതിൻ്റെ ശരിക്കുള്ള വ്യൂ കാണണമെങ്കിൽ രാത്രി ഞാൻ ചെയ്തല്ല, അത്രയ്ക്ക് കാറ്റുണ്ട് ഇവിടെ. ഭയങ്കര തണുപ്പ്. നരകത്തിൻ്റെ കവാടം, ഡോർ ടു ഹെൽ അല്ലെങ്കിൽ ഗേറ്റ്സ് ഓഫ് ഹെൽ എന്നീ സ്ഥലത്തിന് പേര് കൊടുത്ത ഇവിടുത്തെ ലോക്കൽസ് ആണ്. ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേര് ദർവാസ ഗ്യാസ് ക്രേറ്റർ എന്നാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന പോലെ തന്നെ ദർവാസ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തുർക്ക്മെൻ ലാംഗ്വേജിലും നമ്മുടെ ഹിന്ദിയിലും ഡോർ എന്ന് തന്നെയാണ്. 1971 തുർക്ക്മെനിസ്ഥാൻ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന സമയത്ത് അന്നത്തെ ജിയോളജിസ്റ്റ് ഇവിടുന്ന് ഓയിൽ എടുക്കാൻ വേണ്ടി ഒരു പെട്രോളിയം റിഗ് ഇവിടെ സ്ഥാപിച്ചു. അത് ആക്സിഡൻ്റലി പൊട്ടി വീണ് ഒരു വലിയ ഗർത്തമായി മാറിയതാണ് ഈ സ്ഥലം. മീഥെയിൻ ഗ്യാസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അത് ഇവിടുത്തെ ലോക്കൽസിന് ദോഷമാവരുമെന്ന് വിചാരിച്ച് അവർ അന്നെടുത്ത ഡിസിഷനാണ് ഇത് കത്തിച്ചേക്കാം, കുറച്ച് ആഴ്ചകളോട് കത്തിത്തീരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. കഴിഞ്ഞ 49 വർഷമായിട്ട് ഇതിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നാളിതിങ്ങനെ തുടരുമെന്ന് ആർക്കും അറിയില്ല. ഇതാണ് മക്കളെ നൈറ്റ് വ്യൂ. ജസ്റ്റ് അമേസിങ്. രാത്രിയിൽ എവിടെ നിന്നുള്ള കാഴ്ച ശരിക്കും ഇവിടെ വന്ന് കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്തൊരു കാഴ്ചയാണ്. ശരിക്കും നമ്മൾ നരകത്തിൻ്റെ മുമ്പിൽ എത്തി നിൽക്കുന്ന പോലെ തോന്നും. ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല.